ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരൂ, ഇന്ന് നമുക്ക് പാലക്കാടൻ രീതിയിൽ ചക്കമുളകൂഷ ഉണ്ടാക്കാം. വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഇടിച്ചക്ക ഇതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴുകാതെ ഇങ്ങനെയാണ് മുറിച്ച് കൊണ്ടുവന്നത്. അതിനെ ഞാൻ ഫ്രീസ് ചെയ്തിരിക്കുകയായിരുന്നു. ആവശ്യമുള്ള സമയത്ത് എടുക്കുക, എന്നിട്ടൊന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകുക. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പോളം നമ്മുടെ തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ ചക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒരു 4 വിസിൽ കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയിട്ട് ഞാൻ പടവലങ്ങ മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കണം. അപ്പോൾ പടവലങ്ങയുടെ വിത്ത് നല്ലപോലെ നന്നായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ എല്ലാം എടുത്തിട്ട് അതിനെ എനിക്ക് അവിടെ എൻ്റെ ഗാർഡനിൽ ഇടാൻ വേണ്ടി എടുത്തു വെച്ചു. ഇനിയിപ്പോൾ ഇതാ 4 വിസിൽ കഴിഞ്ഞ് വെന്തിരിക്കുന്ന ഈ ചക്കയും പരിപ്പും കൂടി ഉള്ളതിലേക്ക് നമ്മൾ സാധാരണ ഒരു പിടി തേങ്ങയും ജീരകവും കൂടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് അതും കൂടി ഒഴിക്കുക. എന്നിട്ട് ഒരു കപ്പോളം മിക്സി കഴുകിയിട്ട് വെള്ളവും കൂടി അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇതിൻ്റെ ജീരകത്തിൻ്റെ മണം നല്ലപോലെ ഒന്ന് പോകണം, എന്നാൽ മാത്രമേ മുളകൂഷ്യം നന്നായിരിക്കുള്ളൂ. ഇതവിടെ നന്നായിട്ട് ജീരകത്തിൻ്റെ മണം പോകുന്നവരേക്കും നന്നായിട്ട് കിടന്ന് ഒന്ന് നന്നായി തിളക്കട്ടെ. ഉപ്പും ഇട്ട് കൊടുത്തോളൂ, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള മെഴുക്ക് വരട്ടി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ല, കടുക് കടലപ്പരിപ്പ് പച്ചമുളക് മാത്രം ഇടുക, മഞ്ഞൾപ്പൊടി പോലും ഇടാതെ നിങ്ങൾ ഇതുപോലെ പടവലങ്ങ മെഴുക്ക് വരട്ടി ഉണ്ടാക്കി നോക്കൂ. വെളിച്ചെണ്ണയിൽ സൂപ്പറായിരിക്കും. ഇവിടെ നമ്മുടെ ചക്ക കറക്റ്റായിട്ട് റെഡിയായിട്ടുണ്ട്. എല്ലാം നീറ്റായിട്ട് നല്ല പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മുടെ ജീരകത്തിൻ്റെ മണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമ്മൾ വെളിച്ചെണ്ണയിൽ കടുക്, വറ്റൽമുളക്, ചെറിയുള്ളി വട്ടത്തിൽ മുറിക്കുക, അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ബ്രൗൺ ആക്കുക. നല്ലപോലെ ബ്രൗൺ ആക്കി കഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് സിമ്പിളായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചക്ക മുളകൂഷ്യം പാലക്കാടൻ രീതിയിൽ റെഡിയായിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൂട്ടാനാണ്. ഞാൻ മസാല മുട്ടയും അതേമാതിരി തന്നെ പടവലങ്ങ മെഴുക്ക് വരട്ടിയും കൂടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചോറിന്. അപ്പോൾ ഇതാണ് ഇന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. ഇതുപോലുള്ള ഒരു സിമ്പിളായിട്ടുള്ള മുളകൂഷ്യം നിങ്ങളും ഉണ്ടാക്കി നോക്കൂ. ഇപ്പോൾ ചോറെടുത്തിട്ട് ഇതപ്പോൾ ചക്കമുളകൂഷ്യം വിളമ്പുകയാണ്. നെയ്യും കൂട്ടി കഴിക്കാൻ തന്നെ സൂപ്പറായിരിക്കും. ഞാനാണെങ്കിൽ എന്താ വെച്ചാൽ എനിക്ക് മുളകൂഷ്യം കൂട്ടാൻ ഏതാണെങ്കിലും എനിക്ക് ഈ ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് ഞാൻ വയ്ക്കും. ഇതാണ് മസാല മുട്ട. ഒരുപാട് പ്രാവശ്യം റെസിപ്പി ഇടാൻ പറഞ്ഞിട്ട് ഞാൻ ഒരുപാട് എണ്ണത്തിൽ ഇട്ടിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ പടവലങ്ങ മെഴുക്ക് വരട്ടിയും റെഡി ആയിരിക്കുകയാണ്. കുറച്ച് പൊട്ടാറ്റോ ചിപ്സും കൂടി വെക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഊണ് കഴിക്കാം മക്കളെ. അപ്പോൾ വരൂ, നമുക്ക് ചക്ക മുളകൂഷ്യം കഴിക്കാം. നമ്മളിങ്ങനെ ചക്ക നാട്ടിൽ നിന്ന് നല്ലത് കിട്ടുമ്പോൾ കൊണ്ടുവച്ച അടിപൊളിയായിട്ട് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് തിക്കായിട്ട് വേണം മുളകൂഷ്യം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഉണ്ടായിക്കോളൂ. ഇവിടെ ആർക്കും തിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഞാൻ കഴിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. Till then, take care and bye-bye. Vinny's Kitchen.